ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 58 പറഞ്ഞ കാര്യമാണിത്. ഐസോസെൽസ് ട്രപ്പീസിയംസ് ആർ സൈക്ലിക്. സമപാർശ്വലംബകം ചക്രീയ ചതുർഭുജമാണ്. അപ്പൊ ചക്രീയ ചതുർഭുജത്തിന്റെ സൈക്ലിക് ക്വാഡ്രിലാറ്ററലിന്റെ എണ്ണത്തിലേക്ക് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വാഡ്രിലാറ്ററലാണിത് ഐസോസെൽസ് ട്രപ്പീസിയം. സൈക്ലിക് ക്വാഡ്രിലാറ്ററിന് എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞാൽ സ്ക്വയർ എഴുതാം, റെക്ടാങ്കിൾ എഴുതാം, ഐസോസെൽസ് ട്രപ്പീസിയവും എഴുതാം. ചതുരം, സമചതുരം, സമപാർശ്വലംബകം ഇവ ചക്രീയ ചതുർഭുജങ്ങളാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഇത് പ്രൂവ് ചെയ്യാം. എങ്ങനെയാണ് ഐസോസെൽസ് ട്രപ്പീസിയം സൈക്ലിക് ആയത്? നമുക്ക് സ്ക്വയറിന്റെയും റെക്ടാങ്കിളിന്റെയും കേസിൽ നമുക്ക് ഓപ്പോസിറ്റ് ആംഗിൾസ് എത്രയാണ് മെഷർ എന്ന് അറിയാമായിരുന്നു. സോ നമുക്കത് കൂട്ടിയാൽ 180 കിട്ടി. അതുകൊണ്ട് അത് സൈക്ലിക് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇവിടെ അങ്ങനെ മെഷർമെന്റ് തന്നിട്ടില്ല. അപ്പോൾ ഇതെങ്ങനെ ഐസോസെൽസ് ട്രപ്പീസിയമായി എന്ന് നമുക്ക് തെളിയിക്കണം. ഓക്കെ, അതിനു വേണ്ടിയിട്ട് ഇവിടെ നമ്മളൊരു ഐസോസെൽസ് ട്രപ്പീസിയം വരച്ചിട്ടുണ്ട്. ആദ്യം നിങ്ങൾ അറിയേണ്ടത് ഐസോസെൽസ് ട്രപ്പീസിയം എന്താണെന്നാണ്. ഒരു ക്വാഡ്രിലാറ്ററൽ ആണത്. 4 വശങ്ങളുണ്ട്, 4 ആംഗിൾസും ഉണ്ട്. ഇവിടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ജോഡി, ഒരു പെയർ സൈഡുകൾ പാരലൽ ആണ്, സമാന്തരമാണ്. എന്നാൽ മറ്റേ പെയർ ഓപ്പോസിറ്റ് സൈഡ്സോ പാരലൽ, ഒന്നിങ്ങനെ പോകുന്നു ഒന്നിങ്ങനെ പോകുന്നു, അത് പാരലൽ. അതിനെയാണ് നമ്മൾ ട്രപ്പീസിയം എന്ന് പറയുന്നത്. ഐസോസെൽസ് ട്രപ്പീസിയം എന്ന് പറയുന്നത് പാരലൽ അല്ലാത്ത സൈഡുകൾ തുല്യമാണ്, തുല്യ നീളമാണ്. അതിനെയാണ് നമ്മൾ ഐസോസെൽസ് ട്രപ്പീസിയം എന്ന് പറയുന്നത്, സമപാർശ്വലംബകം. അപ്പൊ മനസ്സിലായിട്ടുണ്ടാവും ഐസോസെൽസ് ട്രപ്പീസിയം അഥവാ സമപാർശ്വലംബകം എന്താണെന്ന്. ഒരു ജോഡി ഓപ്പോസിറ്റ് സൈഡ്സ് പാരലലും another pair of opposite sides are not parallel and they are equal, then that quadrilateral is called isosceles trapezium. We have to prove this quadrilateral is cyclic. That means we need the sum of opposite angles equal to 180 degree. ആംഗിൾ എയും ആംഗിൾ സിയും കൂട്ടിയാൽ 180 കിട്ടുമെന്ന് പ്രൂവ് ചെയ്യണം. ആംഗിൾ ബിയും ആംഗിൾ ഡിയും കൂട്ടിയാൽ 180 കിട്ടുമെന്ന് പ്രൂവ് ചെയ്യണം. ഇതിൽ ഏതെങ്കിലും ഒന്ന് 180 കിട്ടുമെന്ന് പ്രൂവ് ചെയ്താൽ മതി. അപ്പോൾ മറ്റേത് രണ്ടും കൂട്ടിയാൽ എത്ര തന്നെ ആയിരിക്കണം? 180 ആയിരിക്കണം. കാരണം ഒരു ക്വാഡ്രിലാറ്ററിലെ 3 ആംഗിൾസും കൂട്ടിയാൽ എത്രയാണ്? 360 ഡിഗ്രി ആണ്. അപ്പൊ ഏതെങ്കിലും ഒരു ഓപ്പോസിറ്റ് ആംഗിൾസ് എടുത്താൽ മതി. അത് 180 എന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം ഈ ക്വാഡ്രിലാറ്ററൽ സൈക്ലിക് ആണ്. അപ്പൊ ഇവിടെ ഞാൻ ABCD എന്ന ഐസോസെൽസ് ട്രപ്പീസിയം എടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് എന്തൊക്കെയാണ് അറിയുന്നത്? ഐസോസെൽസ് ട്രപ്പീസിയമാണ്. ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ ബി. കാരണം CD ABക്ക് പാരലലാണ്, ADയുടെ ലെങ്തും BCയുടെ ലെങ്തും സെയിം ആണ്. സോ ഈ രണ്ട് ആംഗിൾസും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. സോ ഐസോസെൽസ് ട്രപ്പീസിയത്തിന്റെ പ്രത്യേകത ബോട്ടം സൈഡിലെ രണ്ട് ആംഗിൾസും ഈക്വൽ ആയിരിക്കും. സോ നമുക്ക് എഴുതാം, സിൻസ് ABCD ഈസ് ആൻ ഐസോസെൽസ് ട്രപ്പീസിയം. ഇത് സമപാർശ്വലംബകമായതുകൊണ്ടാണ് അത് രണ്ട് ഈക്വൽ ആയത്. ഈസ് ആൻ ഐസോസെൽസ് ട്രപ്പീസിയം ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ ബി. ഇതിനെ നമുക്ക് ഒന്നെന്ന് പറഞ്ഞ് മാറ്റിവെക്കാം. അടുത്തതായിട്ട് നമുക്ക് എ കിട്ടി. ഇനി സിയുമായിട്ട് കണക്ട് ചെയ്യണം. നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്ന ആംഗിൾ എ പ്ലസ് ആംഗിൾ സി 180 എന്നാണ്. അതിനു വേണ്ടിയിട്ട് നമുക്കറിയാം CD ABയും പാരലലാണ്, സമാന്തരമാണ്. അങ്ങനെ വരുമ്പോൾ ഈ രണ്ട് ലൈൻസ് പാരലൽ ആണെങ്കിൽ അവിടെ അതിനെ രണ്ടിനെ മുറിച്ചു കടക്കുന്ന ഒരു ലൈൻ വരച്ചാൽ അതിന് ട്രാൻസ്വേഴ്സൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ഉണ്ടാകുന്ന ഒരു ജോഡി ഇന്റീരിയർ ആംഗിൾസ് 180 ഡിഗ്രി ആയിരിക്കുമെന്ന്, സപ്ലിമെന്ററി ആയിരിക്കും. ഒരു ജോഡി ആന്തരിക കോണുകൾ, അടുത്തടുത്ത ആന്തരിക കോണുകൾ അനുപൂരകങ്ങളാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിന് കാരണം എന്താണ്? ABയും CDയും പാരലൽ ആയതുകൊണ്ട്. ഓക്കെ, സിൻസ് AB and CD are parallel. ഈ പ്രൂഫ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതാണ്. ഇത് എക്സാമിന് ഇതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ട്. ഷോ ദാറ്റ് ഐസോസെൽസ് ട്രപ്പീസിയംസ് ആർ സൈക്ലിക് എന്ന്. ഓക്കെ,
അങ്ങനെയാണെങ്കിൽ എയും ഡിയും എന്താണ്? രണ്ടും കൂടെ കൂട്ടിയാൽ 180 ഡിഗ്രി എന്ന് കിട്ടും. അതിന് ഞാൻ 2 എന്ന് എടുത്തു. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് ബിയും സിയും എടുക്കാം. ബിയും സിയും കൂട്ടിയാലും എത്ര തന്നെ കിട്ടണം? 180 തന്നെ കിട്ടണം. ഓക്കെ, ആംഗിൾ ബിയും ആംഗിൾ സിയും കൂട്ടിയാലും എത്ര തന്നെയാണ്? 180 ആണ്. ഇക്വേഷൻ നമ്പർ 3. അപ്പൊ നമുക്ക് ഒന്നുകിൽ എ പ്ലസ് സി 180 എന്ന് പ്രൂവ് ചെയ്യാം, അല്ലെങ്കിൽ ബി പ്ലസ് ഡി 180 എന്ന് പ്രൂവ് ചെയ്യാം. ഒന്നാമത്തെ ഇക്വേഷനും മൂന്നാമത്തെ ഇക്വേഷനും കൂടെ പരിഗണിച്ചാൽ ഫ്രം 1 and 3 മൂന്നാമത്തെ ഇക്വേഷനിൽ ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി 180 ആണ്. ആംഗിൾ ബി എന്ന് പറയുന്നത് ഒന്നാമത്തെ ഇക്വേഷനിൽ ആംഗിൾ എക്ക് തുല്യമാണ്. സോ ഇവിടെ മൂന്നാമത്തെ ഇക്വേഷനിൽ ആംഗിൾ ബിക്ക് പകരം ആംഗിൾ എ കൊടുക്കാം. ആംഗിൾ എ പ്ലസ് ആംഗിൾ സി 180 എന്ന് കിട്ടും. അതേപോലെ സിമിലർലി ഫ്രം 1 and 2 ഒന്നും രണ്ടും എടുത്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ ഇക്വേഷൻ ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി 180 ആണ്. അപ്പൊ നമ്മൾ ആംഗിൾ എ പ്ലസ് ആംഗിൾ സി ഓൾറെഡി 180 കിട്ടി. അപ്പൊ ഇവിടെ ആംഗിൾ എ എന്ന് പറഞ്ഞ എന്തിന് ഈക്വൽ ആണ്? ആംഗിൾ ബിക്ക് തുല്യമാണ്. അപ്പൊ ഇവിടെ ആംഗിൾ എക്ക് പകരം എന്ത് കൊടുക്കാം? ആംഗിൾ ബി കൊടുത്താൽ എന്ത് കിട്ടും? ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഇത് രണ്ടും എന്താണ് അർത്ഥമാക്കുന്നത്? ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ സപ്ലിമെന്ററി. ദാറ്റ് ഈസ് ഓപ്പോസിറ്റ് എതിർകോണുകൾ അനുപൂരകങ്ങളാണ്. ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ ബി സി ഡി ആർ സപ്ലിമെന്ററി. Therefore, isosceles trapezium ABCD is cyclic. ഏത് ഐസോസെൽസ് ട്രപ്പീസിയം എടുത്താലും നമുക്കത് സൈക്ലിക് ആണെന്ന് ഇത്തരത്തിൽ പ്രൂവ് ചെയ്യാൻ പറ്റും. ഒന്നുമില്ല, ഒരു റഫായിട്ടൊരു ഫിഗർ വരയ്ക്കുന്നു. എ ബി സി ഡി ഐസോസെൽസ് ട്രപ്പീസിയം ആണ്. അങ്ങനെയാണെങ്കിൽ ആദ്യം എന്തെടുത്തോളാം? ബോട്ടം സൈഡിലെ അഡ്ജസന്റ് ആയിട്ടുള്ള വോർട്ടീസസ് എന്താണ്? ഈക്വൽ ആണ്. അത് കഴിഞ്ഞിട്ട് എ ബി പാരലൽ ടു സി ഡി കണ്ടീഷൻ എടുക്കുക. സോ ഇന്റീരിയർ ആംഗിൾസ് സപ്ലിമെന്ററി ആണ്. സോ ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി 180 എന്ന് എഴുതാം. ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി 180 എന്ന് എഴുതാം. അങ്ങനെ നമുക്ക് 2ഉം 3ഉം ഇക്വേഷൻ കിട്ടും. 1ഉം 3ഉം കൺസിഡർ ചെയ്താൽ ഒരു ജോഡി കോണുകൾ 180 എന്ന് കിട്ടും, സപ്ലിമെന്ററി എന്ന് കിട്ടും. അതേപോലെ 1ഉം 2ഉം എടുത്താലും നമുക്ക് കിട്ടും. സോ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും ഐസോസെൽസ് ട്രപ്പീസിയംസ് ആർ സൈക്ലിക്. Textbook exercise question number 4 page number 59. Prove that any non-isosceles trapezium is not cyclic. സമപാർശ്വമല്ലാത്ത ലംബകങ്ങളൊന്നും ചക്രീയമല്ലെന്ന് തെളിയിക്കുക. തൊട്ട് മുന്നെയാണ് നമ്മൾ പ്രൂവ് ചെയ്തത് ഐസോസെൽസ് ട്രപ്പീസിയം സൈക്ലിക് ആണെന്ന്. ഇവിടെ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് നോൺ ഐസോസെൽസ് ട്രപ്പീസിയം സൈക്ലിക് അല്ല എന്ന് പ്രൂവ് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് നമുക്കൊരു നോൺ ഐസോസെൽസ് ട്രപ്പീസിയം റഫായിട്ട് വരയ്ക്കാം. നോൺ ഐസോസെൽസ് ട്രപ്പീസിയം എന്ന് പറഞ്ഞാൽ എന്താണ്? എതിർവശങ്ങൾ, ഒരു ജോഡി എതിർവശങ്ങൾ പാരലൽ ആണ്. എന്നാൽ മറ്റേ ജോഡി എതിർവശങ്ങൾ പാരലൽ അല്ല, നോൺ ഐസോസെൽസ് ആണ്. അപ്പം അതുകൊണ്ട് എന്തുമാകരുത്? ഈക്വലും ആകരുത്. നിങ്ങൾക്ക് കാണാം ഇവിടെ ഞാൻ എ ബി സി ഡി എന്ന് പേര് കൊടുത്തു. ഇതൊരു ട്രപ്പീസിയമാണ്, പക്ഷേ ഇത് ഐസോസെൽസ് ട്രപ്പീസിയം അല്ല, ലംബകമാണ്, സമപാർശ്വമല്ല. കാരണം ഒരു ജോഡി എതിർവശങ്ങൾ ഇവിടെ പാരലൽ ആണ്, മറ്റേ പെയർ പാരലൽ അല്ല, ഈക്വലും അല്ല. ഓക്കെ, നമുക്ക് പ്രൂവ് ചെയ്യണം ഇത് സൈക്ലിക് അല്ല എന്ന് പറഞ്ഞാൽ ഇതിന്റെ 4 വേർട്ടീസസിലൂടെയും പാസ് ചെയ്യുന്ന സർക്കിൾ വരയ്ക്കാൻ കഴിയില്ല എന്ന് നമുക്ക് പ്രൂവ് ചെയ്യും. ഐസോസെൽസ് ട്രപ്പീസിയത്തിൽ നമ്മൾ എന്താണ് ചെയ്തത്? ഈ 2 ആംഗിളും ഈക്വൽ ആയിരുന്നു. ഇവിടെ ഈ 2 ആംഗിളും ഈക്വൽ ആണോ?
അല്ല. ഇത് നോൺ ഐസോസെൽസ് ട്രപ്പീസിയം ആണ്. അതുകൊണ്ട് ഈ രണ്ട് ആംഗിളും എന്തല്ല, ഈക്വൽ അല്ല. നേരത്തെ ഈക്വൽ ആയത് എന്തുകൊണ്ടായിരുന്നു? ഈ രണ്ട് ലെങ്ത്തും സെയിം ആയതുകൊണ്ടാണ് ഈക്വൽ ആയത്. ഇവിടെ അത് രണ്ടും സെയിം അല്ല, ഈ രണ്ട് ലെങ്ത്തും സെയിം അല്ല, അതുകൊണ്ട് ഈ രണ്ട് ആംഗിളും ഈക്വൽ അല്ല. ഓക്കെ, അപ്പൊ നമുക്ക് എഴുതാം ABCD ഈസ് എ നോൺ ഐസോസെൽസ് ട്രപ്പീസിയം. ഇതൊരു സമപാർശ്വമല്ലാത്ത ലംബകമാണ്. Therefore, angle A not equal to angle B. മറ്റടുത്ത് തുല്യമാണെന്ന് എഴുതി, ഇവിടെ തുല്യമല്ല. ഓക്കെ, ഇനി അടുത്ത കണ്ടീഷൻ നമ്മൾ എന്തെടുക്കുക? എ ബിയും സി ഡിയും പാരലൽ ആണ്. എ ബി ആൻഡ് സി ഡി ആർ പാരലൽ, സമാന്തരം. സമാന്തരമാകുമ്പോൾ ഈ രണ്ട് ആംഗിൾസും കൂട്ടിയാൽ 180 ആണ്. ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി ഇസ് ഈക്വൽ ടു 180 കിട്ടും. അതേപോലെ ഇത് രണ്ട് കൂട്ടിയാലും എന്ത് തന്നെയാണ്? 180 ആണ്. ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ഇസ് ഈക്വൽ ടു 180. ഓക്കെ, ഇതിന് നമ്മൾ 1 എന്ന് കൊടുക്കുന്നു, ഇതിന് 2 എന്ന് കൊടുക്കുന്നു, ഇതിന് 3 എന്ന് കൊടുക്കുന്നു. അപ്പൊ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഫ്രം 1 and 2 1ഉം 2ഉം എടുക്കും. അവിടെ നമുക്കറിയാം ആംഗിൾ എയും ആംഗിൾ ബിയും തുല്യമല്ല എന്ന്. ഓക്കെ, ആംഗിൾ എയും ആംഗിൾ ബിയും തുല്യമല്ല എങ്കിൽ ഈ ആംഗിൾ എക്ക് പകരം ആംഗിൾ ബി കൊടുത്താൽ അത് 180 ആകുമോ? അത് 180 ആവില്ല. അതേപോലെ ഫ്രം 1 and 3 1ഉം 3ഉം എടുത്താലും എന്താ കിട്ടുക? ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി 180 ആണ്. ഇവിടെ നമുക്കറിയാം ആംഗിൾ ബി നോട്ട് ഈക്വൽ ടു ആംഗിൾ എ. സോ ഈ ആംഗിൾ ബിക്ക് പകരം ആംഗിൾ എ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആംഗിൾ എ പ്ലസ് ആംഗിൾ സി 180 ആകുമോ? ഇല്ല, അത് 180 ഡിഗ്രി ആകില്ല. സോ നമുക്ക് ഇവിടെ എന്താ നമുക്ക് കിട്ടിയത്? ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ നോട്ട് സപ്ലിമെന്ററി എന്ന് കിട്ടി. എതിർകോണുകൾ അനുപൂരകങ്ങളല്ല. ദാറ്റ് ഈസ് ഓപ്പോസിറ്റ് ആംഗിൾസ് are not supplementary. Therefore, non-isosceles trapeziums are not cyclic. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിസൾട്ട് ആണിത്. നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ മാത്രമല്ല ഇനിയുള്ള ചാപ്റ്റേഴ്സിലൊക്കെയും ഐസോസെൽസ് ട്രപ്പീസിയവും സൈക്ലിക്കും എന്ന രീതിയിൽ കണക്ട് ചെയ്യാൻ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് ആ റിസൾട്ടുകൾ. ഓർത്ത് വെക്കുക, സമപാർശ്വ ലംബകം ചക്രീയമാണ്, സമപാർശ്വമല്ലാത്ത ലംബകം ചക്രീയമല്ല. ഐസോസെൽസ് ട്രപ്പീസിയംസ് ആർ സൈക്ലിക്, നോൺ ഐസോസെൽസ് ട്രപ്പീസിയംസ് ആർ നോട്ട് സൈക്ലിക്. ഇപ്പൊ നോട്ട് എഴുതുന്നവര് ആ നോട്ടിൽ അത് പ്രത്യേകം മാർക്ക് ചെയ്ത് വെക്കുക. Isosceles trapeziums are cyclic, non-isosceles trapeziums are not cyclic. Textbook exercise question number 3, page number 59. Prove that a parallelogram which is not a rectangle is not cyclic. ചതുരമല്ലാത്ത സാമാന്ത്രികങ്ങളൊന്നും ചക്രീയമല്ലെന്ന് തെളിയിക്കുക. ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ചിലർക്കെങ്കിലും ഒരു കൺഫ്യൂഷൻ വരും. എങ്ങനെയാണ് റെക്ടാങ്കിൾ ഒരു പാരലോഗ്രാം ആകുന്നത്? റെക്ടാങ്കിൾ സാമാന്തരികമാണോ? എന്താണ് സാമാന്തരികം? പാരലോഗ്രത്തിന്റെ ഡെഫിനിഷൻ എന്താണ്? പാരലോഗ്രാം വരയ്ക്കാൻ പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെയേ വരയ്ക്കുള്ളൂ. എന്താ നമ്മൾ അത് ഡിഫൈൻ ചെയ്യുന്നത്? ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ ആൻഡ് ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. അതാണ് പാരലോഗ്രത്തിന്റെ ഡെഫിനിഷൻ. അത് റെക്ടാങ്കിളില് ശരിയാണോ? ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആണ്. ഞാനിവിടെ പേര് കൊടുത്താൽ ABCD എന്ന് പേര് കൊടുത്താൽ AB യും CD യും പാരലൽ ആണോ? ആണല്ലോ. AD യും BC യും പാരലൽ ആണോ? ആണ്. ഇപ്പൊ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആണ്. അടുത്ത കണ്ടീഷൻ എന്താ? ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ. ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണോ റെക്ടാങ്കിളിൻ്റെത്? ആണ്. ഇത് 90 ആണ്, ഇത് 90 ആണ്, ഈക്വൽ ആണ്. സോ റെക്ടാങ്കിൾ ഈസ് എ പാരലോഗ്രാം. റെക്ടാങ്കിൾ ഒരു പാരലോഗ്രാം തന്നെയാണ്.
എന്നാൽ എല്ലാ പാരലോഗ്രംസും റെക്ടാങ്കിൾ അല്ല. ഇത് പാരലോഗ്രമാണ്. എന്നാൽ ഇത് റെക്ടാങ്കിൾ അല്ല. ഇത് റെക്ടാങ്കിൾ ആണ്, ഇത് പാരലോഗ്രവുമാണ്. ഇത് പാരലോഗ്രമാണ്, പക്ഷെ ഇത് റെക്ടാങ്കിൾ അല്ല. ഓർത്തോളാം, റെക്ടാങ്കിൾസ് എല്ലാം പാരലോഗ്രമാണ്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എ പാരലോഗ്രം വിച്ച് ഇസ് നോട്ട് എ റെക്ടാങ്കിൾ ഈസ് നോട്ട് സൈക്ലിക്. ഒരു പാരലോഗ്രം വരയ്ക്കാൻ പറഞ്ഞാൽ, സൈക്ലിക് അല്ലാത്ത ഒരു പാരലോഗ്രം വരയ്ക്കാൻ പറഞ്ഞാൽ റെക്ടാങ്കിൾ വരയ്ക്കാൻ പാടില്ല. എന്തേ വരയ്ക്കാൻ പാടുള്ളൂ? ഇങ്ങനത്തെ, അതായത് ഓപ്പോസിറ്റ് ആംഗിൾസ് 90 വീതമല്ലാത്ത ഒരു പാരലോഗ്രം വേണം നിങ്ങൾ വരയ്ക്കാൻ. അപ്പൊ നമുക്ക് അതിന് റഫായിട്ടൊന്ന് വരയ്ക്കാം. ഒരു റെക്ടാങ്കിൾ അല്ലാത്ത ഒരു പാരലോഗ്രമാണ് ഇവിടെ വരയ്ക്കുന്നത്. റഫായിട്ട് വരച്ചാൽ മതി. ഓക്കെ, പേര് കൊടുക്കാം നമുക്ക്. എ ബി സി ഡി. നമുക്ക് പ്രൂവ് ചെയ്യണം ഇത് സൈക്ലിക് ആണോ അല്ലയോ എന്ന്. നമുക്കറിയാം, ഈ ഒരു പാരലോഗ്രം സൈക്ലിക് ആകണമെങ്കിൽ ആംഗിൾ എയും ആംഗിൾ സിയും കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടണം. നമുക്ക് എഴുതാം, പാരലോഗ്രം ABCD is to be cyclic. Angle A plus angle C is equal to 180 degree. ഏതെങ്കിലും ഒരു ജോഡി എതിർകോണുകൾ എടുത്താൽ മതി. കാരണം ഇത് രണ്ടും കൂട്ടിയാൽ 180 കിട്ടിയാൽ ഒബ്വിയസ്ലി മറ്റത് രണ്ടും കൂട്ടിയാലും 180 തന്നെ കിട്ടും. കാരണം ഒരു ക്വാഡ്രിലാറ്ററലിന്റെ 4 ആംഗിൾസും കൂട്ടിയാൽ 360 ആണ് കിട്ടേണ്ടത്. അപ്പൊ ആംഗിൾ A plus ആംഗിൾ C 180 ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം. ഇത് രണ്ടും കൂട്ടിയാൽ 180 ആകും. നമുക്കറിയാം, ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് പാരലോഗ്രം ഈക്വൽ ആണ്. ഇത് രണ്ടും ഈക്വലും ആകണം, ഇത് രണ്ടും കൂട്ടിയാൽ 180 ആകണം. എന്നാൽ ഇത് റെക്ടാങ്കിളുമല്ല, അപ്പൊ 90 വീതമാകാൻ പാടില്ല. അത്തരത്തിൽ ഒരു പാരലോഗ്രം ആണോ ഇത്? ഒരിക്കലും അല്ല, അല്ലെ? നമുക്ക് ഏതെങ്കിലും രണ്ട് തുല്യമായ രണ്ട് നമ്പേഴ്സ് കൂട്ടിയാൽ 180 ആകണമെങ്കിൽ അത് രണ്ടും 90 വീതമായിരിക്കണം. ഇത് 90 വീതമല്ല, അത് കൂട്ടിയാൽ 180 കിട്ടുകയുമില്ല. അതുകൊണ്ട് നമുക്ക് പറയാം ഈ പാരലോഗ്രം സൈക്ലിക് അല്ല എന്ന്. ഓക്കെ, സിൻസ് ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ പാരലോഗ്രം are equal. ഒരു സാമാന്തരികത്തിന്റെ എതിർകോണുകൾ തുല്യമായതിനാൽ both angle A and angle C must be 90 degree. തുല്യമായതിനാൽ കോൺ എയും കോണ് സിയും 90 ഡിഗ്രി ആയിരിക്കണം. ഈക്വൽ, അതിന്റെ കൂടെ ഒരു കണ്ടീഷനും കൂടെ നമുക്ക് ആഡ് ചെയ്യാം, അപ്പോഴാണ് നമുക്ക് അത് എഴുതാൻ പറ്റുള്ളൂ. ആൻഡ് their sum is to be 180. ഇത് ഈക്വൽ ആണ്, അതിന്റെ സം 180 ആകണമെങ്കിൽ എയും സിയും എന്ത് വീതമായിരിക്കണം? 90 ഡിഗ്രി വീതമായിരിക്കണം. എന്ന് പറഞ്ഞാൽ ആ പാരലോഗ്രം, the given parallelogram 90 ഡിഗ്രി ഓപ്പോസിറ്റ് സൈഡുകളായ പാരലോഗ്രം റെക്ടാങ്കിൾ ആണ്. ഇവിടെ നമ്മൾ റെക്ടാങ്കിൾ എടുക്കാൻ പാടില്ലെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ the given parallelogram must be a rectangle. റെക്ടാങ്കിൾ ആയ പാരലോഗ്രം മാത്രമാണ് ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുള്ളൂ. Therefore പാരലോഗ്രം, അപ്പൊ അങ്ങനെ അല്ലാത്ത പാരലോഗ്രം എന്തല്ല? സൈക്ലിക്കൽ. Therefore parallelogram which is not a rectangle is not cyclic. മനസ്സിലായല്ലോ?